ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് നാട്ടിലേക്കല്ല പോണത്. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കൂന്നൂരൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ചുറ്റി ഇങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ഞങ്ങൾ നാട്ടിലേക്ക് പോവുള്ളൂ. എന്റെ ഡ്രസ്സാട്ടോ ഇവിടെ ഇട്ടേക്കണ. എന്റെ ഡ്രസ്സാണ് അമ്മ ഇട്ടേക്കണത്. ആദ്യം നമ്മൾക്ക് കൂന്നൂര് പോവാം. കൂന്നൂർ പോകുന്ന വഴിക്കാണ് ഇവിടെ എന്തോ മിലിറ്ററി ക്യാമ്പും മിലിറ്ററി മ്യൂസിയം ഉള്ള സ്ഥലമുണ്ടോ? മിലിറ്ററി മ്യൂസിയം അതിന് അന്ന് ഒരു പോലീസുകാർ തോക്ക് പിടിച്ച് നമ്മളെ കട്ട് ചെയ്ത് ക്യാമറ കട്ട് ചെയ്ത് ആ സാധനം. ഫുള്ള് പട്ടാളക്കാരായിരിക്കും അല്ലേ? ഇവിടെ കൂടുതലും ആർമിക്കാരാ തോന്നുന്നില്ലേ താമസിക്കുന്നത്. ആർമിന്റെ ഏരിയ ആണ്. അവരുടെ ഫാമിലിയും ഒക്കെയാണ്. കോട്ടേജ് മരിച്ച പട്ടാളക്കാരുടെ ഒക്കെ ആണോ? ഇത് കഴിഞ്ഞു ഇപ്പം മറ്റേ റോഡിന് വന്ന് ചാടുന്ന സ്ഥലം അത് റെയിൽവേ സ്റ്റേഷൻ. ഫ്രണ്ട്സ്, നമ്മൾ കുന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒക്കെ വൈലറ്റ് പൂവ്, പർപ്പിൾ കളർ. ഓ മൈ ഗോഡ്, വാവ്. ഫ്രണ്ട്സ്, ഞങ്ങൾ കുന്നൂർ വരെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പണ്ട് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടുണ്ട് കുന്നൂര്. ഞാൻ ഒറ്റയ്ക്കല്ലോ, നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. അപ്പം വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. അപ്പം ചായയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓർമ്മയില്ല അത് എവിടെയാണ് എന്നുള്ളത്. വേറെ റൂട്ടിലാണ്. നമ്മൾ കുറേ സ്ഥലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി, പക്ഷെ കാണാൻ പറ്റിയില്ല. അതിൽ കുന്നൂർ കഴിഞ്ഞു പോണ വഴിക്കാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ആകെ ഉള്ളൊരു ഡൗട്ട്, ഈ കയറ്റം ഒരു കുന്നിന്റെ മുകളിലായിരുന്നു അത്. ഒരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കുന്ന് നമുക്ക് കേറി നോക്കാം. കാട്ടുപോത്തന്നെയാണോ? അങ്ങാടിയിലമ്മേ അങ്ങോട്ടൊക്കെ ടൗണില് നോക്കിട്ട് പോ. എന്ത് വലുപ്പാ ദൈവമേ. ഇറങ്ങി വന്നതാണ്. ഇവർക്കൊന്നും കുഴപ്പമില്ല എടുത്ത ആൾക്കാർക്ക്. ഇന്നലെ രാത്രി ഞാനൊരു കാട്ടുപോത്ത് ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിരുന്നു ഊട്ടിയിലൂടെ കണ്ടിട്ടുള്ള വീഡിയോ. ഏകദേശം ചെറിയ ഫ്രണ്ട്സ്, ഞങ്ങൾ കാറിൽ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ മെനു ഇങ്ങനെ നോക്കിയപ്പം ഹോട്ട് ബീവറേജസിൽ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. അപ്പം ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് മാത്രം കുടിക്കാൻ പറ്റുമോ? ഫ്രണ്ട്സ്, ഞങ്ങൾ മഞ്ഞപ്പൂക്കൾ ഇതുവരെ കണ്ടില്ല. വേണേൽ വെള്ളപ്പൂക്കൾ കാണിച്ചു തരാം. ഒരു പ്ലേറ്റിൽ നല്ല ബ്രൗണി, അപ്പുറത്തെ പ്ലേറ്റിൽ നല്ല ഹോട്ട് ചോക്ലേറ്റ്. ആ ബ്രൗണീൻ്റെ മുകളിൽ ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കൊട്ടിച്ച് തിന്നുമ്പോൾ ഉണ്ടാവണ ഒരു സുഖമുണ്ടല്ലോ. ബ്രൗണിയോ സ്ട്രോബെറിയോ? സ്ട്രോബെറി ഞാൻ കഴിച്ചത്. ചോക്ലേറ്റ് കോഫി ഹോർലിക്സിന്റെ മാണല്ലോ. ചോക്ലേറ്റ് ഏതാ? ഈ ചോക്ലേറ്റ് ഹോട്ട് ആക്കിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് മറ്റേ കറങ്ങണ സാധനത്തിന് അത് വേറെന്താ പേരാണ്? ഇത് ചോക്ലേറ്റ് കോഫി അല്ലേ പറയാ? ഉദ്ദേശിച്ച ചോക്ലേറ്റ് ഇതല്ല. രണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിലയുണ്ട്. ചൂടാറിട്ട് കുടിച്ചാൽ ഒരെണ്ണം വാങ്ങി ടേസ്റ്റ് നോക്കിയിട്ട് അടുത്ത് വാങ്ങിയാൽ മതി. മുഴുവൻ കുടിക്കാതെ മനസ്സിലായില്ലേ എന്താണ് ഹോട്ട് ചോക്ലേറ്റ്? ഇല്ല, ചോക്ലേറ്റ് കോഫി. ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആയിരിക്കും, എനിക്കറിയില്ല. ഇതായിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണും. കോംപ്ലാനൊക്കെ കുടിച്ചിട്ടുണ്ടല്ലേ? ഫ്രണ്ട്സ്, ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത് ചോക്ലേറ്റ് കോഫിയാണ്. ഞാൻ ഉദ്ദേശിച്ച ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെയല്ല. ഫ്രണ്ട്സ്,
ഞങ്ങള് ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇതല്ല ഹോട്ട് ചോക്ലേറ്റ്. ആക്ച്വലി ഇവർ വിൽക്കണ ഹോട്ട് ചോക്ലേറ്റ് കോഫി മാതിരിയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കുന്നൂർന്ന് നേരെ ഇനി ഊട്ടിക്ക് പോവാണ്. ഊട്ടി വഴി നേരെ വീട്ടിലോട്ടും. അപ്പോൾ കുന്നൂർന്ന് ഞങ്ങൾ എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് ഹോട്ട് ചോക്ലേറ്റ് തുള്ളി കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ഇഷ്ടമില്ല. പാല് കുടിച്ചോണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ ചിലപ്പോൾ വരുമ്പോൾ തുള്ളിയെ കുടിച്ചില്ല. സാധനം ഉണ്ട് അവിടെ, പനന്നൊങ്ക്. നമുക്ക് കഴിക്കാൻ പോയിട്ട് പുഞ്ചിരിതോ ഗണചേച്ചി പിന്നിൽ എന്തിനെ ക്ഷണി കാച്ചി പരദൂഷണം പരത്തണ പൂച്ചി എല്ലാ വീട്ടിലും പാറി ചേച്ചി. തണുപ്പായതുകൊണ്ടാന്ന് അറിയില്ല, ജോലിന്റെ വൈപ്പുണ്ട്. നല്ല വേണ്ടേ? ഞാൻ പറഞ്ഞു വന്നില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ഊട്ടി മെയിൻ ടൗൺ അവസാനിച്ചിരിക്കുന്നു. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. എന്നാലും നമ്മളെ മെയിൻ ഏരിയകളൊക്കെ തീർന്ന്. ഊട്ടിയിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമാണ്, തണുപ്പിന് കിട്ടൂലല്ലോ. ഇനിയിപ്പോ വലിയ തണുപ്പ്, കുറച്ചുകൂടി കഴിഞ്ഞോടുകൂടി തണുപ്പേ പോകും. ഏറ്റവും വിഷമം എന്താ വെച്ചാല് കുറച്ച് അങ്ങോട്ട് എത്തുന്തോറും നമുക്ക് ക്ലാസ് പൊന്നിച്ചാലോ ഇട്ടാലോന്ന് അറിയില്ല. അപ്പോഴാണ് കൂടുതൽ വിഷമം. വീട്ടിൽ നമുക്ക് മിസ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് കഴിച്ചിട്ട് അവിടെ തലശ്ശേരി റെസ്റ്റോറന്റ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. ഫ്രണ്ട്സ്, ഞാനേ നാളെ മറ്റന്നാള് ഷുഗർ സാധ്യല്ല, നല്ലതല്ലേ. 2 ദിവസം എന്താ കഴിക്കാതിരുന്ന വെയിറ്റ് അറിയില്ലല്ലോ. ഒരു 6 വീക്സ് അല്ലെങ്കിൽ 2 വീക്സ് കഴിക്കാതിരുന്നാലാണ് കുറയാ. അയൽവാസി മാമ എന്തിനു തരുന്നു ട്രോമ, ചുറ്റിലും എന്തൊരു ഡ്രാമ, ഇതെങ്ങനെ പോയാൽ കോമ. എനിക്ക് ഒറ്റയ്ക്ക് തിന്നുള്ളതല്ലോ. ഫ്രണ്ട്സ്, ബിരിയാണി വന്നിരിക്കുന്നു. ക്വാണ്ടിറ്റി അല്പം കൂടുതലാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഗുരുവായൂരമ്പല നടയിൽ പറയുമ്പോളില്ലേ, നീല്ലാതെ എനിക്കൊരു ജീവിതമില്ല. അത് തന്നെയാണ് ഈ മന്തി. മറ്റേ ബ്രോഡാഡിയിൽ പറയുന്നില്ലേ, ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കോപ്പി ചെയ്ത് പറയണേ. ജീരകം അമ്മ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എപ്പോ എടുക്കണ സാധനമാണ്. ഹോട്ടലിൽ പോയി എത്ര തന്നെ കിട്ടുമല്ലോ. ഞാനൊരു റെഡ് വൈൻ വാങ്ങി. സാധാ ചായപ്പൊടി വാങ്ങിക്കോട്ടെ ഒരെണ്ണം. ചേച്ചിക്ക് 2 പേർക്കും കൊടുക്കണം കേട്ടോ. ഇത് കുതിരയാണോ കഴുതിയാണോ നിങ്ങളൊന്ന് പറയണേ. ചെറിയ കുട്ടീനെ കണ്ടായിരുന്നു. കഴുതയാണ് ഡോങ്കി. ഇതോ കഴുതണ കുതിരയാണോ? ഇത് കഴുതിയാണോ കുതിരയാണോ? എനിക്ക് തോന്നുന്നു കുതിരയാണ്. ഇവര് പറയുന്നു കഴുതി. ആരാണ് കഴുതനെയും കുതിരയും കണ്ട തിരിച്ചറിയാത്തത്? കമന്റിൽ പറ. പക്ഷെ ഇത് കുഞ്ഞിതായിക്കോട്ടെ. കമ്പനിയിലായി കഴുതയും കുതിരയും കണ്ട തിരിച്ചറിയാത്തവർ. മഞ്ഞപ്പൂ വിരിയുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. സെലക്ഷന്റെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ 3-4 വട്ടം ചെക്കിങ് കിട്ടും. ഞങ്ങൾ തപ്പി നടന്നു. വെള്ളപ്പൂ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ മഞ്ഞപ്പൂ കണ്ടെത്തിയിരിക്കുന്നു. ചേട്ടയുടെ കുതിരകൾ അല്ല കഴുതകൾ. റോഡ് നിറച്ച് കഴുതകള്. ഏറ്റവും കൂടുതൽ ചരക്ക് ചുമത്താനായി കൊണ്ടുപോയിക്കുന്നു. പക്ഷെ ഇത് കുതിരയാന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ബ്ലോക്ക് ആക്കി ഇട്ടേക്ക് നോക്ക് കുതിരകള്. ഫ്രണ്ട്സ്, അയ്യോ കുതിരകളെയും കൊണ്ട് റോഡ്
പോകാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ റീലിൽ കാണുന്ന മഞ്ഞപ്പൂക്കൾ ആ പുഴയോട് ചേർന്ന് കിടക്കുന്നത്. ഫോട്ടോഷൂട്ടിന് വേണ്ടി അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ. പക്ഷെ വെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാനൊരു മടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. വെയിലാണെങ്കിലും ചൂടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫ്രണ്ട്സ്, ഇതാ പപ്പയും ദേവും കൂടെ ഷൂട്ട് ചെയ്യാണ്. പപ്പ പുഴയിൽ ഇറങ്ങി നിൽക്കണം. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. അമ്മ ഇതിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇതാ കുറേ കുതിരക്കൂട്ടങ്ങൾ. ഫ്രണ്ട്സ്, നല്ല പൈനാപ്പിള്, മുളക്, മുട്ട പൈനാപ്പിളും, മുളക് ഇതാത്ത പൈനാപ്പിളും, മുളക് ബജ്ജി ഇപ്പൊ ചുട്ടതായത്. നമ്മൾ ഗൂഡല്ലൂർ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും AC ഇടാൻ തുടങ്ങി. ചൂടായി തുടങ്ങി. നല്ല ചൂടായിട്ട് കുറേ നേരമായി. ബ്ലോക്ക് ആട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങള് ഗൂഡല്ലൂരും നാടുകാണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ നാട്ടില് എത്താറായി. ഞാൻ വിചാരിച്ചു രാത്രി കൗണ്ടാവും, പക്ഷെ നമ്മൾ സന്ധ്യക്ക് മുന്നേ തന്നെ നമ്മള് തമിഴ്നാട് സ്റ്റേറ്റ് അങ്ങോട്ട് കഴിയാൻ പോവാണ്. കഴിയാനായി തോന്നുന്നു. എന്തായാലും നാടുകാണി ചുരം ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങള്. സൺസെറ്റ് കാണാൻ വേണ്ടി ഫ്രണ്ട്സ്, വെറുതെ ഇറങ്ങാൻ സൺസെറ്റ് കാണാനൊന്ന് മൂത്രയ്ക്കാനൊക്കെ. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങി പുറത്തു വന്നപ്പോഴേക്കും സൂര്യൻ താഴെ പോയി. കണ്ടോ, കഴിഞ്ഞു, സൺസെറ്റ് കഴിഞ്ഞു. ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടോ? നല്ല സ്ഥലം. ഇത് ഞങ്ങളെ വഴിക്കട എന്നതിന് മുമ്പ് നാടുകാണി ചുരം കയറി തുടങ്ങുമ്പോൾ ചൂട് ഞാനിപ്പോഴും ശ്രദ്ധിക്കണ ചൂട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് വന്ന് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്കര എത്തിയപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് കളർ പർപ്പിളിന്. അത് ഇതാണ് ഗൈസ്. ഇവിടെ ലിപ് ഗ്ലോസ് വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കയറാം ഫ്രണ്ട്സ്. അപ്പം എൻ്റെ ലിപ് ഗ്ലോസ് വാങ്ങി ഇത്തിരി പോണതാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇടയ്ക്കരയിൽ ഒരു പർപ്പിൾ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അതിൽ ലിപ് ഗ്ലോസ് ഉണ്ട്. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ലിപ് ഗ്ലോസ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്, ലിപ് ഗ്ലോസ്. അപ്പോൾ വാങ്ങി ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കുഞ്ഞ് തന്നെ കേട്ടോ വാങ്ങിയുണ്ട്. ഞങ്ങൾക്ക് സാധനം കിട്ടി. അമ്മയൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് പോവാം. മോക്ക് ഗ്ലോസ് കിട്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ദിയമോൾ? പർപ്പിൾ ഇഷ്ടപ്പെട്ടോ? അങ്ങോട്ട് പോകുമ്പോൾ വളരെ ഇൻട്രസ്റ്റോടു കൂടിയും ഇങ്ങോട്ട് വരുമ്പോൾ വളരെ പ്രയാസത്തോടു കൂടിയും എടുക്കുന്ന ലഗേജുകൾ. ചേച്ചി എന്തിനെ ഇങ്ങനെ കാട്ടി, നാട്ടിലും വീട്ടിലും മാറ്റി, അവരാകെ കേട്ടത് പാതി ബാക്കി കൈ. ഞങ്ങൾ അങ്ങനെ കഞ്ഞി കുടിക്കാൻ പോവാണ്. ചെറുപയറൊക്കെ ഇട്ട കഞ്ഞി, പിന്നെ മാങ്ങാച്ചാറ്, ചമ്മന്തി, മുളക് കൊണ്ടാട്ടം. ഇതാണ് സ്പെഷ്യൽ. അത് അമ്മയ്ക്ക് എടുത്ത കഞ്ഞിയാ. മതിയോ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്തൊക്കെയാണ് നടക്കുന്നത്? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പൊക്കെ ഇവിടെ അവസാനിച്ചു. ഇനി നാളെ മുതൽ നമ്മളെ പുതിയ ഷോർട്ട് ഫിലിമിന്റെ വർക്ക് തുടങ്ങാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്, ബൈ ബൈ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്?